ആമേൻ. ദൈവമക്കളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് എന്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രത്യേകിച്ച് ആമേൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ബീന സിസ്റ്ററിനും ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ആമേൻ. ഒരിക്കൽ കൂടെ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വൻകൃപയോർത്ത് എന്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് രാവിലെ കാലം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രഭാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസമാണല്ലോ. ഇന്ന് രാവിലെ കാലം നമ്മൾ വലിയ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാനം 12ാമത്തെ മാസം നമ്മൾ ഇന്ന് ആയിരിക്കുകയാണ്. ആമേ. സ്തോത്രം, സ്തോത്രം. ഇത്രയും 11 മാസവും നമ്മളെ നടത്തിയ നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കുവാൻ ഇന്ന് രാവിലെ നമ്മളെ സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇവിടം വരെ എത്തിയത് നമ്മുടെ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. നമുക്ക് പറയുവാൻ ഒന്നുമില്ല. ആമേൻ. സ്തോത്രം. ഇവിടം വരെ നമ്മളെ കൊണ്ടെത്തിച്ചു. എത്രയോ പേർ ആമേൻ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ഭാരങ്ങളിലും ആമേൻ സ്തോത്രം വ്യക്തമായി പലവിധമായ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആമേൻ നമുക്ക് രാവിലെ കാലം ഇങ്ങനെ ഉണർന്നിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ആമേൻ ഡിസംബർ മാസത്തിൽ 6-ാം തീയതി കർത്താവ് ഒരുക്കി തന്ന വൻകൃപ എത്ര വലുതെന്നോർത്ത് ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ആമേൻ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ ഞാൻ ദൈവവചനം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്ത ദൈവദാസനിലൂടെ ആമേൻ ആമേൻ ഒരു വാക്ക് പറയുവാനിടയായി. ദൈവത്തിന്റെ വാക്ക് ആമേൻ സ്തോത്രം നമ്മൾ ആമേൻ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ വിടുതലുകൾ നടക്കുകയുള്ളെന്ന് ആമേൻ സ്തോത്രം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ആമേൻ സംസാരിച്ചു കൊണ്ടിരുന്ന ആലോചനയായിരുന്നു അത്. ആമേൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ആമേൻ വലിയ കണക്ഷൻ എത്ര വലുതാണെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ആമേൻ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒക്കെയും ആമേൻ പ്രാർത്ഥനകളുടെ മറുപടികൾ പലപ്പോഴും ആമേൻ താമസിക്കുമ്പോൾ നാം ഇപ്രകാരം ആമേൻ ചിന്തിക്കാറുണ്ട്. കർത്താവേ, ആമേൻ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ആമേൻ എന്തെങ്കിലും ഫലം എനിക്ക് ഇല്ലാതെയായി പോകുന്നു, പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വിഷയത്തിന് മറുപടി കാണുന്നില്ല. അപ്പോഴേക്ക് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പലപ്പോഴും ഒന്ന് വിച്ഛേദിക്കപ്പെട്ട് ആമേൻ സ്തോത്രം മറുപടി ആമേൻ എവിടെയെന്ന് ചിന്തിച്ചുകൊണ്ട് തല പുകയുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു പ്രാർത്ഥനയായി തീരട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ രാവിലെ കയറിയിരിക്കുമ്പോൾ അവിശ്വാസത്തോടെ കയറിയിരിക്കാതെ വിശ്വാസത്തോടു കൂടെ കർത്താവേ, ഇന്ന് ഈ സമയം എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ സമയം എൻ്റെ വിടുതലിന്റെ ദിവസങ്ങളാണ്. ആമേൻ. ഞാൻ ഇരിക്കുന്ന മണിക്കൂറുകൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആ ടൈമിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത് എന്നുള്ളൊരു വലിയ വിശ്വാസത്തോടു കൂടെ ഇന്ന് പകൽക്കാലമായിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആമേൻ ആമേൻ കഴിയും. ആമേൻ സ്തോത്രം. ഞാൻ ആമേൻ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഞങ്ങളുടെ ഇവിടെ തിങ്കളാഴ്ച തോറും പ്രയറുണ്ട്, അല്ലാതെയുള്ള പ്രാർത്ഥനകൾക്ക് ധാരാളം പേരെന്നെ വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെയും അവരുടെ വാക്കുകളിൽ നിന്ന് ചിലരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പലയിടത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പോകാറുണ്ട്. കാരണം ഒരാൾ പറയുന്നത് ശരിയല്ലെങ്കിൽ അടുത്ത ആൾ വരുന്നിടത്ത് അവർ ഓടാറുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇവിടെ എല്ലാം ആമേൻ പറയുന്നതെല്ലാം ദൈവാത്മാവിൽ ആമേൻ പറയുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ് പരിവർത്തിക്കുന്നതിൽ പറയുന്നതെല്ലാം ഒരേ ആലോചനകൾ തന്നെയായിരിക്കും. പക്ഷേ അവർ ചിന്തിക്കുന്നത് എന്താണ് ണെന്നറിയാമോ? അടുത്തൊരു വ്യക്തിയിലൂടെയാണോ ഈ വിഷയത്തിന് വിടുതൽ നടക്കുന്നത്, എങ്ങനാണെന്ന് അറിയത്തില്ല എന്ന് ചിന്തിച്ച് ഒരിടത്തു നിന്ന് മാറി അവിടോട്ട് പോകും. പക്ഷേ ഇവരുടെ ഒക്കെ വിശ്വാസം വരുന്നത് വരുന്ന പ്രവാചകരിലും വരുന്ന ദൈവദാസന്മാരിലുമാ. പക്ഷെ യേശു പറയുന്ന വാക്കുകളിൽ എത്രമാത്രം നാം ആഴമായി വിശ്വസിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ നാം ഒന്ന് ശോധന ചെയ്യണം. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവദാസന്റെ അടുക്കൽ ഒരു ദൈവദാസി ഒരു മകള് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇന്ന ആള് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആമേൻ ഇന്ന വിഷയത്തിന് ആമേൻ 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 എന്തെങ്കിലും ആലോചന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു കൊടുക്കുക, ആമേൻ സ്തോത്രം സിസ്റ്ററെ, ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും ഒക്കത്തില്ല, സ്പീഡ് കൂടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം.
സ്പീഡ് കൂടുന്ന തരത്തിൽ അവരോട് പറയണം പ്രാർത്ഥിക്കാൻ. ആമേൻ. ആ വ്യക്തി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിയിര്, സ്പീഡ് കൂട്ടാനുള്ള കാര്യം പുള്ളിയുടെ കാണും. ആമേൻ. എൻ്റെ കയ്യിൽ സ്പീഡ് കൂട്ടാനുള്ളതൊന്നുമില്ല, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് പറയുന്നത് എന്തെങ്കിലും പറയാനൊക്കും, പ്രവർത്തിക്കുന്നത് ദൈവമാ. ഞാൻ പറയാൻ ഒരു മാധ്യമം മാത്രമായി എൻ്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു എന്നല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നാം ചിലത് തിരിച്ചറിയുക. ആമേൻ. ആരുടെ കയ്യിലല്ല ഒന്നും ഇരിക്കുന്നത്. നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവാണോ, ഒന്നും അറിയാത്ത, അക്ഷരം അറിയാത്ത ഒരു പാവപ്പെട്ട ഒരു സഹോദരിയാണോ, അവരിരുന്ന് യേശുവേ എന്ന് വിളിച്ച യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആമേൻ, ബെൻഹിൻ ഇറങ്ങി വരണ്ട. അവരുടെ കുടിലിനകത്ത്, അവരിരുന്ന് പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് യേശു വാസ്തവമായി ഇറങ്ങി വന്ന് അവരുടെ നിലവിളി കേട്ട് അവർക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവമായി എൻ്റെ ദൈവം. ആമേ, സ്തോത്രം. എനിക്ക് പറയാൻ അത് മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ ആ ദൈവദാസൻ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്ക് ആമേൻ ഞാൻ വ്യക്തമായി ശ്രദ്ധിച്ചു. നമ്മളാണ് അത് ചാർജ് ചെയ്ത് കയറ്റേണ്ടത്. യേശുവിലുള്ള വിശ്വാസത്തെ 21 ദിവസവും രാവും പകലും വന്ന് ദൈവദാസന്മാർ ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എത്ര പേർ അതിനെ ഏറ്റെടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നു, അതിനകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി തീരും. ആമേൻ, സ്തോത്രം, സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാധു സ്ത്രീയോട് ആമേൻ കമ്മലും മാലയിട്ട് ഒന്നും അറിയത്തില്ല ഒരു ഹിന്ദുക്കളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന സ്ത്രീയോട് അവര് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണ്ടി ആമേൻ ഒരു പോന്ന വിഷയം ഇന്നതുണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ ഇപ്രകാരം പറഞ്ഞു, വേദപുസ്തകം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് യേശുവേ എന്നെ രക്ഷിക്കണേ, ഞാൻ പോകുന്നിടത്ത് എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് ആമേൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ, ദൈവ പ്രവൃത്തി വെളിപ്പെടും. അടുത്ത ദിവസം അവർ എന്നോട് പറയുക, എനിക്കറിയത്തില്ല, പറഞ്ഞതുപോലെ ആ വേദപുസ്തകം എടുത്തു വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച്, അവർക്കൊന്നും അറിയത്തില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നും അറിയാത്തൊരു പാവപ്പെട്ട സ്ത്രീ. പക്ഷെ പറയാ, ഞാൻ പോകുന്ന ഇടത്തെല്ലാം യേശു വന്നു നിൽക്കുന്നത് പോലെയുള്ള വിടുതലുകൾ എൻ്റെ മുൻപിൽ യേശു എനിക്ക് ചെയ്തു തന്നു. പ്രിയതമക്കളെ, അത്രയും മതി. അവരുടെ അകത്ത് യേശു ആരാണെന്ന് കയറി. എന്നിട്ട് പറയാ, ഞാൻ എൻ്റെ വീട്ടിലുള്ള അടുത്തുള്ളവരോടെല്ലാം പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി ഇന്ന അത്ഭുതം ചെയ്തു, പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ അടുക്കൽ വരുമെന്ന്. പ്രിയതമക്കളെ, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകൽക്കാലം നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു, പ്രാസം ചേർത്ത് പ്രാർത്ഥിക്കുന്നെന്നോ അല്ലെങ്കിൽ ആമേൻ വലിയ ആമേൻ കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നുമല്ല. അറിയാവുന്നത് പോലെ അപ്പ പിതാവേ എന്ന് വിളിച്ച് കരയാനാണോ, എൻ്റെ അപ്പച്ച എന്ന് വിളിച്ച് ഇന്ന് പകൽക്കാലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഒന്ന് പറ, കർത്താവേ ഈ 11 മാസവും ഞാൻ നിന്റെ പാദപീഠത്തിൽ ഇരുന്ന വിഷയത്തിന് മറുപടി തന്നില്ലെങ്കിലും പിന്നെ ഞാൻ അപ്പനോട് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, അപ്പ എന്നോട് ഇന്ന് പകൽക്കാലം ഈ 25 തീരുന്നതിന് മുൻപ് അപ്പ എന്നോടൊന്ന് കരുണ തോന്നണമേ എന്ന് ഇന്ന് രാവിലെ ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ആമേൻ ആമേൻ അത്ഭുതങ്ങളുടെ മന്ത്രിക്ക് കഴിയും, അത്ഭുതങ്ങളുടെ രാജാവിന് കഴിയും. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം ഒന്ന് അകത്തോട്ട് കയറട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഈ വാക്ക് വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് രാമേൻ ഇതിനകത്തുനിന്ന് ഒരു വാക്ക് വെളിപ്പെട്ടത്. ഞാൻ ചിന്തിച്ചു, കർത്താവേ നിനക്കിന്ന് പറയാനുള്ളത് എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. ആമേ, സ്തോത്രം. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നമ്മൾ ഉപവസിക്കുന്നവരാ, വിഷയങ്ങൾ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുന്നവരാ. പക്ഷേ പ്രാർത്ഥിക്കുന്ന നമ്മുടെ അകത്തൊരു സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഈ സെക്കൻഡിൽ എനിക്കൊരു മറുപടി തരണം. ആമേൻ, ഇപ്പോൾ തന്നെ നിനക്ക് ആമേൻ ഒരു മറുപടി തരണം. കർത്താവേ, ഇല്ലെങ്കിൽ എനിക്കൊക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, ആമേ, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കരുത്, നിങ്ങൾ
നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ നിങ്ങൾ കാണരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം പറയുന്ന ആലോചനയെ ഏറ്റെടുത്ത് അതിനെ ഒന്ന് ആമേൻ ഉൾക്കൊണ്ടു കണ്ട് അതിനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തി ആരാണെന്ന്, പറഞ്ഞത് ആരാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ദൈവിക വിടുതലുകൾ നമ്മുടെ അകത്ത് ചലിക്കുവാൻ തുടങ്ങും. ആമേ സ്തോത്രം. ദൈവിക ആലോചന പറയുന്ന ആ ദൈവം പറഞ്ഞ ആ ദൈവത്തെ ആരാണെന്ന് വ്യക്തമായുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് രാവിലെ നമുക്ക് ആവശ്യം. ആമേ, ദൈവത്തെ തിരിച്ചറിയാതെ എത്ര പാടിയാലും എത്ര ആരാധിച്ചാലും ആമേൻ എല്ലാം വ്യർത്ഥമാണ്. എന്നാൽ ദൈവം ആരാണെന്ന് വാസ്തവമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, കുലുങ്ങി പോകാൻ അവൻ നമ്മളെ സമ്മതിക്കത്തില്ല. നാം കുലുങ്ങുകയില്ല. കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആമേൻ ഈ ലോകത്തിന്റെ ഒരു പ്രഭുവല്ല, ഈ ലോകത്തിന്റെ ഒരു ഉന്നതനല്ല. ആമേൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഇരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാവിലെ ചിലരോട് വിളിച്ചു പറയാ, പ്രാർത്ഥിച്ചു മടുത്തു എന്നോ സമയം കഴിഞ്ഞെന്നോ ഇനി ഇല്ലെന്നോ ചിന്തിക്കുന്ന ഏതെങ്കിലും മേഖലകൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, വാക്കിന് മുൻപിൽ ആമേൻ നിങ്ങൾ സറണ്ടറായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്റെ പരാജയത്തെ മാറ്റാൻ നിന്റെ ഒരൊറ്റ വാക്ക് മതി. ആമേൻ എന്റെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുവാൻ എന്റെ ആമേ കർത്താവേ ഒരു ആമേൻ വാക്കു മതി. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ കൺവെൻഷൻ നടക്കുകയായിരുന്നു. ഞാൻ ആ പന്തലിൽ പോയിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ ഞാൻ അവിടെ ചെന്നിരുന്ന് കരഞ്ഞു. വർഷങ്ങൾ പിറകോട്ടൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരയാനിടയായി. കാരണം അതേ അവിടെ ആമേൻ സ്ഥലത്ത് ഒരു കാലത്ത് കഷ്ടങ്ങളുടെ ആമേൻ പ്രതിസന്ധികളുടെ അനുഭവങ്ങൾക്കകത്തൂടെ കയറിപ്പോയ സമയത്ത് ഞാൻ ചിന്തിച്ചു, ആമേൻ ഒരു വണ്ടിക്കകത്ത് കയറിപ്പോകാൻ ആമേൻ മീറ്റിംഗുകൾ കഴിഞ്ഞു പോകാൻ സാമ്പത്തികം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ആമേ സ്തോത്രം. അന്ന് ഞെരുങ്ങുന്നൊരവസ്ഥ, അന്ന് പോയിരുന്ന് ആമേ കരഞ്ഞ അനുഭവങ്ങൾക്കകത്ത് ഇന്ന് വരുത്തിയ വ്യത്യാസങ്ങൾ. ആമേ സ്തോത്രം. അന്ന് ആമേ സ്തോത്രം പുക പോലെ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് ഇതൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ആകുമോ എന്ന് ചിന്തിച്ചൊരു തലം. ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേർക്ക് പറയാനുണ്ട്, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആമേ സ്തോത്രം. ആമേൻ ഈ 2025 ഡിസംബർ മാസത്തെ പ്രയറുകളൊക്കെ പുറകോട്ടുള്ള നോട്ടം നമുക്ക് ആവശ്യമാ. പുറകോട്ടുള്ള നോട്ടം നമുക്ക് ആവശ്യമാ. എന്തെങ്കിലും നേടിയെടുക്കാനല്ല, പുറകോട്ടൊന്ന് തിരിയണം. തിരിഞ്ഞു കഴിയുമ്പോഴാ വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നത്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ മമ്മി ആമേ കരഞ്ഞ അനുഭവങ്ങളുണ്ട്. ആമേൻ ആമേ സ്തോത്രം. ആമേൻ ഇല്ലായ്മയിൽ ഭാരപ്പെട്ട അവസ്ഥകളുണ്ട്. ഇന്ന് മോനെല്ലാം ഉള്ളതുപോലെ എന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആമേ സ്തോത്രം. ഇന്നത്തെ തലമുറകൾക്ക് ഇത് തിരിച്ചറിയത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിലായിരിക്കുന്നവർക്ക് തിരിച്ചറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, പ്രാർത്ഥിച്ച ദൈവഭക്തന്മാർ, കരഞ്ഞ മാതാക്കൾ, ആമേൻ എല്ലാ കുഞ്ഞുങ്ങളും ഉറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് അവർ ആമേൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങളുടെ മറുപടികളാ ഇന്നത്തെ തലമുറകളൊക്കെ അനുഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം പലപ്പോഴും അവർ ദൈവത്തെ മറന്നു പോകുന്നത് എന്തുകൊണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ദൈവത്തെ കുറിച്ച് അവരൊന്നും അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ചിലത് പറയാൻ നിങ്ങളുടെ അകത്തുണ്ട്. ആമേ കഴിഞ്ഞ നാളുകളിൽ കരം പിടിച്ച ദൈവത്തിന്റെ കരത്തെ, ആമേൻ അവന്റെ വാക്കുകളെ, അവൻ നടത്തിയ വിധങ്ങളെ, അവൻ ചെയ്ത മഹാ അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർത്തുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. കർത്താവ് പറയാ, ആമേൻ സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തിന് നന്ദി കരയറ്റുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ വിടുതലുകൾ അടുത്ത സ്റ്റെപ്പ് നടക്കാൻ പോകുകയാ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ഇന്നും പരാതി പരിഭവവും പറഞ്ഞ് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണെങ്കിൽ കർത്താവിനൊന്നും ചെയ്യാനൊക്കത്തില്ല.
കാര്യസാധ്യത്തിനല്ല നാം ദൈവത്തെ സേവിക്കുന്നത്. നാം സേവിക്കേണ്ടത് നമ്മുടെ ദൈവത്തിനോട് കൂടെ നിത്യരാജ്യത്ത് വാഴുവാൻ നമ്മളെ ഒരുക്കുന്ന ഒരു ഒരുക്കമാണ് ഈ ദിവസങ്ങളിൽ. ആമേൻ. പ്രിയ ദൈവമക്കളെ, അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഇവിടെ നമുക്കറിയാം ഈ ദൂത് പറയുന്നത് ആമേൻ ഗബ്രിയേലാണ്. ഈ ദൂത് കേൾക്കുന്ന വ്യക്തി ഒരു പുരോഹിതനാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വെറും ഒരു വ്യക്തിയോടല്ല ഈ ദൂത് വന്ന് പറഞ്ഞത്. ആമേൻ. സ്തോത്രം. പക്ഷേ ഈ ദൂത് കേട്ട പുരോഹിതന് ഈ ദൈവത്തെ കുറിച്ച് ആഴമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവം പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് കടന്നു വന്ന ഗബ്രിയേൽ ദൂതൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ സെക്കറിയാവ് ഒന്ന് ചിന്തിച്ചു തന്റെ ജീവിതത്തെ കുറിച്ച്, തന്റെ അവസ്ഥകളെ കുറിച്ച്. അതുകൊണ്ടാണ് സെക്കറിയാവിന് ഈ തക്ക സമയത്ത് പറഞ്ഞ വാക്ക്, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഏതൊന്നിനാൽ വിശ്വസിക്കും? എന്ത് അടയാളമാ കർത്താവേ നീ എനിക്ക് തരാൻ കാണിച്ചു താ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ഇന്ന് പകൽക്കാലം ഈ ദൂതെല്ലാം പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്നവരെ കണക്ട് ചെയ്ത് മാത്രമാണ് ആത്മാവ് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ട് ദൂത് വിശ്വസിക്കല്ലേ. ആമേ. സാഹചര്യങ്ങൾ കണ്ടിട്ട് ദൂത് വിശ്വസിക്കല്ലേ. ആമേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയുന്നവൻ ആരാണെന്നും അവന്റെ പ്രവൃത്തി എന്താണെന്നും സർവശക്തിയുള്ള സർവവ്യാപിയായ സകലത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഏതവസ്ഥകളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകൾക്ക് മുൻപിൽ സറണ്ടർ ആകുവാൻ സമർപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഈ അതികാലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആമേ. സ്തോത്രം. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ നിങ്ങൾ സേവിക്കുന്ന ദൈവം വലുതാണ്. നിങ്ങളുടെ അവസ്ഥകളെക്കാൾ നിങ്ങൾ സേവിക്കുന്ന ദൈവം വലുതാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുക ഈ പുരോഹിതൻ. ആമേൻ. ആമേൻ. അന്ന് നറുക്ക് വീണ് ആലയത്തിലേക്ക് താൻ കടന്നു ചെല്ലുമ്പോൾ ആമേ തന്റെ ഒരു ചിന്തയുണ്ട്. ആമേ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസിയുടെയോ ദൈവദാസന്റെയോ ജീവിതത്തിനകത്ത് അനവധി പ്രതിസന്ധികളുണ്ട്. പക്ഷെ അവർ അതെല്ലാം മറച്ചു വെച്ചിട്ട് വരുന്ന ജനത്തിന് ആശ്വാസം പകരുമ്പോൾ, വരുന്ന ജനത്തിന് ആശ്വാസം കൊടുക്കുമ്പോൾ അവരുടെ അകത്ത് തീ കത്തുന്ന വേദനകളുണ്ട്. ആമേ. സ്തോത്രം. പക്ഷേ ആമേൻ അകത്ത് കയറി ചെല്ലുമ്പോഴും ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോഴും ആമേൻ അവരുടെ മുൻപിൽ കരയാതെ, അവരുടെ മുമ്പിൽ വിഷമം കാണിക്കാതെ, അവരുടെ മുഖം മ്ലാനമാകാതെ ദൈവസന്നിധിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴും ആമേൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പാ ഞാൻ പ്രാർത്ഥിച്ചതിന് മറുപടി ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരുമോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാ, ഈ സെക്കറിയാവിന്റെ അകത്തും ധൂപം കാട്ടാൻ കയറി ചെല്ലുമ്പോൾ ഒരു ചിന്തയുണ്ട്, ഞാൻ എന്റെ ജനത്തിനു വേണ്ടി പലതും ഞാൻ ചെയ്യുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ തുടച്ചു മാറ്റാൻ കഴിയാത്ത ആമേൻ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണമുള്ള പല വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ കിടക്കുകയാ. എന്നും ആമേൻ നിന്ദിക്കപ്പെടുന്ന അവസ്ഥ, ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ, ആമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ എന്ന് ആമേ പലരും പറയുന്ന അവസ്ഥ. ആമേൻ. ഈ അവസ്ഥയിലൂടെ സെക്കറിയാവ് ധൂപം കാട്ടാൻ ആലയത്തിൽ കടന്നു ചെല്ലുന്നത്. പ്രിയതേ മക്കളെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രാർത്ഥനയുടെ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ 6ാമത്തെ പകൽക്കാലം നിങ്ങളുടെ അകത്തൊരു ചിന്തയുണ്ട്, കർത്താവേ എനിക്ക് വേണ്ടി ആമേൻ ദൈവം പ്രവർത്തിക്കുമ്പോ ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തിന്റെ ആഴം ഇന്ന് പകൽക്കാലം ആത്മാവ് കണ്ടുകൊണ്ട് പറയുകയാ. ആമേ. സ്തോത്രം. സ്തോത്രം. നിങ്ങളുടെ അവിശ്വാസത്തെ ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റ്. മരണത്തിന്റെ ധ്വനികളെ ആമേ കണ്ണിന്റെ മുൻപിൽ കണ്ടവർ ഇതിനകത്തുണ്ട്. ആമേൻ. ഈ 2025 നിന്റെ കുടുംബ വിലാപമാകുമെന്ന്, നിന്റെ കുടുംബം ആമേൻ 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 ആമേ സന്തോഷത്തെ ഇല്ലാതാക്കുമെന്ന് ശത്രു വാദിച്ചവർ ഇതിനകത്തുണ്ട്. പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് തന്ന വിടുതലുകൾ ഇന്ന് പകൽക്കാലം ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.
പിശാച് ചിന്തിച്ചു ഈ 2026 നിന്നെ നിന്റെ കുടുംബത്തിനകത്തും അവൻ കണ്ണുനീരിൽ ആട്ടിക്കളയാമെന്ന്, നിന്നെ നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ആമേ സ്തോത്രം, ഇല്ല സക്കറിയാവേ, ആമേ നിന്നെ ഞാൻ മറന്നിട്ടില്ല. നിന്നെ ഞാൻ മറന്നിട്ടില്ല. നീ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും ഈ താഴ്വരയ്ക്കകത്തുകൂടെ നീ നിൽക്കുമ്പോഴും നിന്നെ ഞാൻ മറന്നിട്ടില്ലെന്ന് ചിലരെ നോക്കി ഇന്ന് രാവിലെ കാലം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ദൂത് ഏറ്റെടുത്തോ. ചിലരോട് ദൈവം പറയുന്നു ഈ ഉപവാസ പ്രാർത്ഥന, ചിലരോടുള്ള വാഗ്ദത്തങ്ങളുടെ ഓർമ്മ ആമേ ദൈവാത്മാവ് പുതുക്കാൻ പോകുകയാ. ദൈവാത്മാവ് വാഗ്ദത്തത്തെ ഒന്ന് ആമേ പിടിച്ചു കുലുക്കുന്നത് പോലെ ദൈവാത്മാവ് ഇറങ്ങി വരുന്ന ആമേ ദിവസങ്ങള് വിശ്വാസത്തോടെ പറ. ഈ 11 മാസവും കാണാൻ കഴിയാത്തത് ചിലത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്ക് കാണാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. പ്രിയ ദൈവമക്കളെ, ഇന്ന് വിശ്വസിക്കുക. ചില അത്ഭുതങ്ങൾക്കായി വിശ്വസിക്കുക. ചില ശരീരങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ചില രോഗക്കിടക്കൾ ദൈവം എടുത്തു മാറ്റാൻ പോകുക. ചില മിറക്കിളുകൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുക. കെട്ടിവെച്ച ശത്രുവിന്റെ മുഖങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റും. പിശാച് എവിടൊക്കെ ഒതുക്കാൻ നോക്കിയോ, നിന്റെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്നത് പോലെ പൈശാചിക മേഖല നിനക്ക് നേരെ തന്ത്രങ്ങൾ തൊടുത്തു വിട്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ആത്മാ വിളിച്ചു പറയുന്നു, അത്തരവിടെ പിശാചിനോട് പറ, ഇത് നിന്റെ സമയമല്ല, ഇത് എന്റെ സമയമാ. നിനക്കെന്നെ തോൽപ്പിക്കുവാൻ ഒക്കത്തില്ല. വിശ്വാസത്തോടെ പറ. ബീനാജി ആമേ കത്രദാസിയെ ആത്മാ വിളിച്ചു പറയുന്നു, വിളിച്ചു പറ, തോൽപ്പിക്കാൻ ഒക്കത്തില്ല. നിന്റെ ആയുധമെല്ലാം മടക്കിക്കൊണ്ട് പോകേണ്ട സമയം വന്നു. നിന്റെ ആയുധം മടക്കാൻ സമയമായി. ആമേൻ. നിന്റെ പദ്ധതി പൊളിയാൻ സമയമായി. ഉടമനറിയുമെന്ന് ആമേൻ. അകത്ത് കയറ്റി പൂട്ടി ഒതുക്കാമെന്നുള്ള തന്ത്രത്തെ ഞാൻ ചെയ്യിക്കുമെന്ന് വിളിച്ചു പറ. ആത്മാവെന്നോട് അങ്ങനെ തന്നെ ദൂത് വിളിച്ചു പറയുന്നു. ആമേൻ. അങ്ങനെ നീ വിളിച്ചു പറ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വമുണ്ട്. എനിക്കറിയത്തില്ല ആത്മാവെന്തോ അങ്ങനെ ദൂത് പറയുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഇതിനകത്ത് ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചെങ്കിൽ ഒരു മഹത്വം പ്രതീക്ഷിച്ചോ. നാറ്റം വെച്ചത് ഓർക്കണ്ട, ചീഞ്ഞളിഞ്ഞത് ഓർക്കണ്ട, ബന്ധം വേർപെട്ടത് ഓർക്കണ്ട. ആമേൻ. പരിഹസിക്കുന്ന ജനത്തെ ഓർക്കണ്ട, കളിയാക്കുന്നവരെ ഓർക്കണ്ട. ആമേൻ. പ്രാർത്ഥനക്കാരാ, നിന്റെ വീട്ടിലെന്ത് ഉടവന്, നിന്റെ കുടുംബത്തിലെന്ത് ഉടവന റിഗമന, നീ ഒന്ന് വിടുതൽ പ്രാപിച്ചിട്ട് അനേകരെ വിടിവിപ്പാൻ നീ എഴുന്നേൽക്കെന്ന് പറയുന്ന ചില ശബ്ദങ്ങളെ ഇന്ന് കണക്ക് കൂട്ടണ്ടെന്ന് ആത്മാ വിളിച്ചു പറയുന്നു. ശാന്തരവൈടവന്. എന്നിട്ട് പിശാചിനെ നോക്കി പറ, നീ എത്ര ആഴത്തിലിട്ട് അവൻ എന്തൊക്കെ വേര് പിടിപ്പിക്കാൻ നോക്കിയാലും ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇത് നമ്മുടെ സമയമാ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് നമ്മുടെ സമയമാ. വിശ്വാസത്തോടെ പറ. ചില പരിഹാസികളെ ദൈവം തച്ചുടയ്ക്കും. ആമേ സ്തോത്രം. ശക്ത നാറകൽക്കട അരിക ശോധി കട്ടിക്കമലത അതിര ചെരവരവൗഢവരിക റീബൽ കൗഡവരവരബല റീന ഫിലിപ്പ് എന്ന് പറയുന്ന ആ ദൈവ ആമേ ഡിവൈസിലിരിക്കുന്ന ആന്റിയോട് പറയുന്നു, ആന്റി, കുഴഞ്ഞു മറിഞ്ഞു പോയത്, ആമേ കലങ്ങിപ്പോയത്, തകർന്നു പോയത് പണിയുന്ന ഒരുവൻ കൂടുണ്ട്. ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാതെ കിടക്കുന്ന വിഷയത്തെ ആത്മാവ് കാണുകയാണ്. തിരിച്ചു വരവുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കുന്ന ചില അനുഭവങ്ങൾ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേ തിരിച്ചു വരവിന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യ. ദൈവം നിന്നെ മടക്കിയെടുക്കും.
പരാജയപ്പെട്ടവള, തകർന്നവള, ജീവിതത്തിൽ ഉടഞ്ഞവള, എല്ലാം പോയെന്ന് ചിന്തിക്കുന്നു. എന്നെ ഇങ്ങനെ കാണിക്കുന്നു, യോബിന്റെ ജീവിതത്തിൽ അവൻ പെട്ടെന്ന് ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ ശക്തി എന്നാൽ മകളെ ശേഷിച്ചിരിക്കുന്നത് ആമേൻ കൊണ്ട് ജീവിതത്തിന്റെ അകത്ത് എങ്ങനെയെന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ചോ, ഉടമനെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ മാനസികമായ ചില മേഖലകൾക്കകത്ത് ഞാൻ ഇറങ്ങി വരും. ഉടമനെ തകർന്നു പോയ നിന്റെ ജീവിതത്തെ ഞാൻ പണിഞ്ഞെടുക്കും. ഉടമനറികമന ബൗഡമനിയ അടകാർഗത്തിന് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, മനോഹരമായ ഒരു ഭവനം പെട്ടെന്ന് തകർന്നു തരിപ്പണമാകുന്നത് പോലെ ജീവിതത്തിന്റെ മേഖലകൾ നാമെ തച്ചുടഞ്ഞു പോയ അനുഭവത്തെ പരിശുദ്ധാത്മാവ് കാണുക. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. ചില ദൈവപ്രവർത്തികൾ നിന്റെ മുൻപിൽ ചലിച്ചു തുടങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ദാസിയോട് ദൂത് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ സക്കറിയ പുരോഹിതനോട് ദൂതൻ വന്ന് വലത്തു ഭാഗത്ത് നിന്നിട്ട് പറയുക, പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിൽ ധൂപം കാട്ടാൻ കയറി നിൽക്കുന്ന സക്കറിയാവ് കാണുന്ന ഒരത്ഭുതമുണ്ട്, ഇന്നുവരെ കാണാത്തത്. ആ യാഗത്തിനകത്ത്, ആ അർപ്പണത്തിനകത്ത് തന്റെ മുന്നിൽ നിൽക്കുക ദൈവത്തിന്റെ ദൂതൻ. ഇന്ന് പകൽക്കാലം 11 മാസവും കാണാത്തത് ഈ ദിവസം കാണുമെന്ന്, ഈ ദിവസങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുക. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ചില വിടുതലുകൾ കാണും. വിശ്വാസത്തോടെ പറ, എന്റെ തലമുറയുടെ വിടുതൽ, എന്റെ കുടുംബത്തിന്റെ വിടുതൽ, എന്റെ ശുശ്രൂഷയുടെ വിടുതൽ, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, എന്നോട് ദൈവം പറഞ്ഞ ചില അരുളപ്പാടുകൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് വ്യക്തമായി പറ. പല 21 എടുത്തിട്ടുണ്ടായിരിക്കാം, പല 7 എടുത്തിട്ടുണ്ടായിരിക്കാം, പല 3 എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ അവസാന മാസത്തിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുകയാ, എല്ലാ പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് കയറുന്നത് പോലെ കയറരുത്. വിശ്വാസത്തെ ചാർജ് ചെയ്ത് അകത്തോട്ട് കയറ്റിക്കൊണ്ട് ഒന്ന് കയറാൻ തയ്യാറാക്ക്. അപ്രതീക്ഷിതമായി വന്നു നിൽക്കുന്ന ചില റിസൾട്ടുകളുടെ ദൂതൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ സമയമായി. സ്വർഗം അയച്ചിരിക്കുന്ന ചില മറുപടികൾ ചെറിയാൻകെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവദാസനെ പ്രാർത്ഥിച്ചോ, ചില ദൈവപ്രവൃത്തികൾ മുൻപിലുണ്ട്. ചില രേഖകൾ തിരുത്തി എഴുതാനുണ്ട്, ചില പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ കാണാനുണ്ട്. ഈ ദിവസം വിശ്വസിച്ചാൽ നിന്റെ മേലൊരു പുതപ്പ് ഞാൻ ഇടും. നിനക്ക് ഒന്നുകൂടെ എന്റെ പദ്ധതിക്കായി ഒരുക്കപ്പെട്, ഒന്നുകൂടെ എന്റെ പദ്ധതിക്കായി സമർപ്പിക്കപ്പെട്. ചില കെട്ടുകൾ, കഴുതകളുടെ കെട്ടുകൾ അഴിച്ച് ആ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഞാൻ നിന്നെ ഒന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുക, ഈ ദിവസം ഞാൻ നിന്നെ ഒന്ന് ഉടച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിന്നെ ഒന്ന് വാർത്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കുള്ള പദ്ധതിയിലേക്ക് എത്തപ്പെടുവാൻ. പലതും നിനക്ക് പറയാനുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം അകത്തളത്തിൽ വിങ്ങുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ ഞാൻ നിന്റെ മുൻപിൽ ചില മറുപടി ഞാൻ നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുപോലെ ചില ദൈവപ്രവൃത്തി നീ കാണുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തു. ഡിസംബർ 31 നിന്റെ വിഷയത്തിന് മാത്രമല്ല, ചില വ്യക്തികളുടെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവ് പറയുന്നു, ചില മറുപടികളെ കേൾക്കാൻ സമയമായി. പ്രാർത്ഥനയിൽ പിന്നെ ശക്തിപ്പെട്ടോ, ദൂതേറ്റെടുത്തോ, സമയങ്ങൾ വേർതിരിച്ചോ, പാദപീഠത്തിലിരുന്നോ, എന്റെ വചനത്തിലേക്ക് ആശ്രയിച്ചോ. ആത്മാവ് പറയുന്നു, നിന്നെ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ കണ്ടിരിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ശത്രു കെട്ടുന്ന കെട്ടുകൾ, ചില നുഖങ്ങൾ, ജീവിതത്തിനകത്ത് ഒതുക്കുന്ന ചില മേഖലകൾ, പരിഹസിക്കുന്ന ചില പരിഹാസങ്ങൾ, ചില ചോദ്യചിഹ്നങ്ങൾ, വാക്കുകൾ കൊണ്ട് തകർത്ത്
കളയുവാൻ വെല്ലുവിളിക്കുന്ന ചില അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിട്ടുമാറി ചില ദൈവിക വിടുതലുകൾ തന്റെ ദാസന്റെ ആമേൻ 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 ദൈവം കണ്ട പ്രവൃത്തികളിലേക്ക് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, എവിടെ സെക്കരിയാവിനോട് അപ്രതീക്ഷിതമായി ആമേൻ ഒരു ശബ്ദം കേൾക്കുകയാ. സെക്കരിയാവേ, ആമേൻ സ്തോത്രം, ആമേൻ ഇന്ന് വരെ താൻ യാഗമർപ്പിക്കാൻ പോയപ്പോൾ ഈ ഒരു ശബ്ദം കേട്ടിട്ടില്ല. mighty halkanadia regutu hatana ramasia accessi vital proudamania ഇന്ന് പകൽക്കാലം ചിലരെ ഇതിനകത്തിരിക്കുന്നവരെ വിളിക്കുക. ബേഥേലെന്ന ആമേൻ 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 ഡിവൈസിൽ ഇരിക്കുന്ന മാത്യു എന്ന് പറയുന്ന ആ തന്റെ ദാസനോട് ദൈവം പറയുന്നു, ആമേൻ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതല്ലയോ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചതല്ലയോ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതല്ലയോ. ഉറമന നീ എന്തിനു സംശയിക്കുന്നു, നിന്റെ ഹൃദയം എന്തിന് കലങ്ങുന്നു? ഈ ദിവസങ്ങളിൽ നീ എന്നോട് ചേർന്നിരുന്നു കൊള്ളുക. പുതിയതിലേക്ക് ഞാൻ നിന്നെ നടത്തുന്ന ദൈവമാ. ഉടമനറികമനവശാന്തല ഘടക ദീകസ്കൈതമനിയാം തരബൗഡമനിയ ദീപസത്വമനബൗഡമനിയ അട്ടകൽ കൗഡമനിയാം തരബൗഡമനിയ അക്സസി മൈറ്റൽ പ്രൗഡമനിയ. കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമേ ചിലതിന്റെ നിലവിളി നീ കാതി കേൾക്കുന്നില്ലേ, ചിലതിന്റെ ശബ്ദം നീ കാതി കേൾക്കുന്നില്ലേ, ഉടമന ഞെരുങ്ങുന്ന ഞെരുക്കൽ നീ കാണുന്നില്ലേ? ദൈവാത്മാവ് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഉടമനെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഈ ദിവസങ്ങൾ എഴുന്നേൽക്കട്ടെ, ബലപ്പെടട്ടെ. സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ പ്രതികൂലമാണെന്ന് ആത്മാവ് ഇടപെടുക, പക്ഷെ അനുകൂലമായവൻ നിന്റെ കൂടെയുണ്ട്. ദീപാർക്കത്തുന പൗഡമനിയ അക്സസി വായിച്ചമനിയ. ഒരു കഴുതയുടെ പുറത്ത് രാജാവ് വാഹനമേറി. ആമേ സ്തോത്രം. ആ കഴുതയ്ക്ക് ലഭിച്ച മാന്യതകൾ ആ രാജാവിൻ്റെതാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ പാദപീഠത്തിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ ആത്മാവ് ഇടപെടുന്നു. ശാന്തരവൗഡമനിയ അക്സസി. ഇതുവരെ കാണാത്തത് നീ കാണും, ഇതുവരെ കേൾക്കാത്ത ശബ്ദം നീ കേൾക്കും, ഇതുവരെ ആമേ നിന്റെ മുൻപിൽ വെളിപ്പെടാത്ത ഒരു റിസൾട്ട് നിന്നെ കാത്തിരിപ്പുണ്ട്. നീ അതിനായി ഒരുങ്ങിക്കോ. ദൈവാത്മാവ് ഇങ്ങനൊരു ദൂത് പറയുന്നു, ഉടമന ശത്രു ഇട്ടിരിക്കുന്ന ചില മതിലുകൾ നീ ചാടിക്കടന്നേ മതിയാവും. ശത്രു ഇട്ടിരിക്കുന്ന മതിലുകൾ നീ ചാടിക്കടന്നേ മതിയാവൂ. ഊറ ബഷ്കൽ ഖാൻ ബ്രീസിസി ഓക്കി റാബി റഖുതുനിയ റെക്സിസി മൈറ്റൽ ഹോറി ബക്കറാദിയ രേഷ്മൈ സികെ ലിബി യാതു കൽക്കന റൂബ റൂക തൂന ബൗഡ സൈഡമനിയ അതിർ കൗഡമനിയ അന്തര ബൗഡമനിയ. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്, എന്തിനാണെന്നും ചോദിക്കരുത്. ഉടമന ദീവാറവ. വിളിച്ച ദൈവം, തെരഞ്ഞെടുത്ത ദൈവം, പറഞ്ഞ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ കൈപ്പത്തി പോലെ കിടക്കുന്ന മേഘം ആമേൻ ഒരു വൻമഴയ്ക്കായി പിന്നിലിതാ പ്രവർത്തിക്കുക, ഒരു വൻമഴയ്ക്കായി പ്രവർത്തിക്കുക. വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്ക്. ഞാൻ നിന്നോട് കൂടെയിരിക്കുന്ന ദൈവമാ. ആമേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സെക്കരിയാവേ എന്ന് വിളിക്കുന്ന ശബ്ദം ഇതിനകത്തിരിക്കുന്ന ചിലരെ വിളിക്കുക. സെക്കരിയാവേ എന്ന് വിളിച്ചതുപോലെ ഇതിനകത്ത് ഡിവൈസിലിരിക്കുന്ന ചിലരെ ശക്തമായി പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. ആമേ ഭയപ്പെടേണ്ട. വിളിച്ചിട്ട് പറഞ്ഞൊരൊറ്റ കാര്യമാ, സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട. നീ എന്തിനെയൊക്കെ ഭയക്കുന്നു? നിന്റെ ആമേ വിടുതലിനകത്തുള്ള നിന്ദകളെ നീ ഭയക്കുന്നു, ചോദ്യങ്ങളെ ഭയക്കുന്നു, നിന്റെ പ്രായത്തെ നീ ഭയക്കുന്നു, നിന്റെ സാഹചര്യത്തെ നീ ഭയക്കുന്നു. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ദൂത് വിളിച്ച് പറയുക, സെക്കരിയാവേ നീ ഭയപ്പെടേണ്ട. ആമേൻ ആമേ സ്തോത്രം. ആമേ പറയുന്ന ആ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിന് പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നീ ഭയപ്പെടേണ്ട. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? ആമേ സ്തോത്രം. സർവത്തിന്റെ ഉടമസ്ഥനായ ഞാൻ നിന്നെ ഈ പ്രായം വരെ കൊണ്ടുവന്ന് ഇവിടെ ധൂപം കാട്ടാൻ കയറ്റിയതിന്റെ പിന്നിൽ ആമേ നിന്റെ പ്രായം ഇത്രയായി, ഇനി എത്ര നാൾ വന്ന് ഈ ആലയത്തിനകത്ത് ധൂപം കാട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒന്നിനെ എനിക്ക് ഏൽപ്പിക്കാൻ ഒന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ് കരയുന്ന സെക്കരിയാവേ നിന്നെ നോക്കി വിളിച്ചു പറയുകയാ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ചിലരോട്
പറയുന്നു, പിറകിലോട്ട് നോക്കിയാൽ നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്താ കർത്താവ് ഇതിനുള്ള മറുപടി? ഈ തലമുറയെ നോക്കിക്കൊണ്ട് നീ കരഞ്ഞിട്ട് ചോദിക്കുന്നു, ഇതിനുള്ള മറുപടി ഉണ്ടോ? ഇതിനുള്ള വിടുതലുണ്ടോ? ഇതെനിക്ക് കാണാൻ കഴിയുമോ? ചില വാർത്ത എനിക്ക് കേൾക്കാൻ കഴിയുമോ? ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചിലരെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു, മുമ്പുള്ളത് നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേ വേണ്ട. ഇതാ ഞാൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. പുതിയതൊന്ന്, പുതിയത്. ചിലര് വിശ്വസിച്ചോ? ഗ്രേസി എബ്രഹാം ഡിവൈസിലിരിക്കുന്ന കുടുംബത്തോട് പറയുന്നു, പുതിയത് ചെയ്യാൻ പോകുന്നു, പുതിയത് ചെയ്യാൻ പോകുന്നു. ആമേ, പഴയത് പോട്ടെ, പഴയതിനെ ചിന്തിക്കണ്ട, മരുഭൂമിയെ ചിന്തിക്കണ്ട, വെള്ളമില്ലാത്ത അവസ്ഥയെ ചിന്തിക്കേണ്ട, വറ്റിവരണ്ട് പോയതിനെ ചിന്തിക്കേണ്ട. പുതിയതിലേക്ക് ഞാൻ കാലുവെപ്പിക്കാൻ സമയമായി. എന്റെ ജനമേ, എന്നിൽ സന്തോഷിക്ക, എന്റെ ജനമേ, എന്നിൽ വിശ്വസിക്ക. ദൈവത്തിന്റെ മിറക്കിൾ നടക്കാൻ സമയമായി. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, സെക്കറിയാവിനോട് ഈ ദൂത് വിളിച്ച് പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്ന് ഒന്നാമത് പറഞ്ഞിട്ട് പറയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സെക്കറിയാവിനോട് പറയാണ്, അടുത്തത് പറയുക, ആമേ സ്തോത്രം, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. എന്നിട്ട് ആ മകനോടുള്ള ദൂത് ഓരോന്ന് വിളിച്ചു പറയുകയാ. ആമേ സ്തോത്രം. ഈ വാക്ക് കേട്ട് സെക്കറിയാവ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് എന്തൊന്നിനാൽ ഞാൻ അറിയും? കാരണം വിശ്വസിക്കാൻ പ്രയാസം. കാരണം അവള് മച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഇരുവരും വയസ്സ് ചെന്ന് വൃദ്ധരായിരിക്കുന്നു. ദൈവസന്നിധിയിൽ നല്ല ഭക്തരായി ജീവിക്കുന്ന ഒരു കുടുംബം. ആമേൻ. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് പലരും ചോദിച്ചേക്കാം, പലരും കളിയാക്കിയേക്കാം. ആമേ സ്തോത്രം. നീ അനേകർക്ക് പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് മച്ചി എന്നൊരു പേര് മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയത്തില്ലെന്ന് ചോദിച്ച എത്ര സാഹചര്യങ്ങൾ കേട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവാത്മാവ് ഇന്ന് ദൂത് വിളിച്ചു പറയുക, വിഷമിക്കേണ്ട സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്. പക്ഷെ സെക്കറിയാവ് ഈ വാക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. സെക്കറിയാവിന് ഈ ആലോചന അങ്ങോട്ട് ഏറ്റെടുക്കാൻ വയ്യ. ആമേൻ. ഇത് നിവർത്തിയാകുമോ? ആമേൻ. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക്, നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക്, ദൈവത്തിന്റെ വാക്കിന് നിവർത്തി വരുത്താൻ കഴിയും. പക്ഷെ നമ്മുടെ ചിന്ത, നാം അവസ്ഥകളെ നോക്കുമ്പോൾ ഇത് നിവർത്തിയാകുമോ? എന്റെ തലമുറയോട് പറഞ്ഞ ചില യാത്രകൾ നിവർത്തിയാകുമോ? വിവാഹം നിവർത്തിയാകുമോ? ആമേൻ. എന്നോട് പറഞ്ഞ ശുശ്രൂഷ നിവർത്തിയാകുമോ? എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുമെന്ന് പറഞ്ഞത് നിവർത്തിയാകുമോ? ആമേൻ, ആമേൻ. എനിക്ക് ദൈവം ഇന്നതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞത് നിവർത്തിയാകുമോ? ഇതിനകത്ത് വിശ്വാസ ചാർജ് ആകട്ടെ, വിശ്വാസ കയറട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, വിശ്വാസമില്ലാതെ ഉപവസിക്കാൻ ഇറങ്ങരുത്, പ്രാർത്ഥിക്കാൻ ഇറങ്ങരുത്. അപ്പോസ്തല പ്രവൃത്തി 12 ആമേ കാരാഗൃഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി മർക്കോസിന്റെ മുറിക്കകത്ത് ഒരു കൂട്ടം സഹോദരിമാർ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ വിടുതൽ പത്രോസിന് വേണ്ടിയാ. അതിനകത്തിരിക്കുന്ന ചിലവര് ആമേ പ്രാർത്ഥിച്ച് ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ പത്രോസ് വന്ന് കതകിൽ മുട്ടുമ്പോൾ രോധ വിളിച്ചു പറഞ്ഞു. പത്രോസിന്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞിട്ട് പത്രോസ് വന്ന് വാതിക്കൽ മുട്ടുന്നു. അതിനകത്തിരുന്ന് കുറെ പേർ വിളിച്ചു പറഞ്ഞു, നിനക്ക് പ്രാന്ത. ആമേ സ്തോത്രം. പ്രിയതേ മക്കളെ, പ്രാർത്ഥിച്ചവരാ, ഒരുമിച്ച് പ്രാർത്ഥിച്ചവരാ. വിശ്വാസം എവിടെ? ആമേൻ സ്തോത്രം. അവർക്ക് അന്നേരം വിശ്വാസമില്ല. അവരുടെ സാഹചര്യം നോക്കുന്ന എന്തുവാ? അവര് സാഹചര്യം ചിന്തിക്കുന്ന എന്തുവാ? ഹേറോദാവിന്റെ ചങ്ങല, ഹേറോദാവിന്റെ ആമേൻ പടയാളികൾ, ആമേൻ ഒന്നാം കാവൽ, രണ്ടാം കാവൽ, ഇരുമ്പ് വാതിൽ. ഇതിനകത്ത് എവിടെ നിന്ന് പത്രോസ് പുറത്തു വരും? എന്നാൽ രോധ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ചില തിരിച്ചറിവാണ് വിടുതലിന്റെ ആധാരം. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ വിടുതൽ എന്റെ കാതിൽ
കേൾക്കാൻ സമയമായെന്ന് തിരിച്ചറിയാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, രോധ തിരിച്ചറിഞ്ഞു. അവൾ ചെന്ന് കതകു തുറക്കുമ്പോൾ പത്രോസ് വാതിക്കൽ നിൽക്കുകയാ. എന്ത് വിഷയത്തിന് പ്രാർത്ഥിച്ചോ ആ മറുപടി മുന്നിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ 21 ദിവസം തീരുന്നതിന് മുമ്പേ വിശ്വസിച്ചോ, ഞാൻ ചില ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കാൻ പോകുന്നു. ചില വാതിലുകൾ എനിക്ക് തുറക്കാൻ പോകുന്നു. പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ വാതിൽ എനിക്ക് വേണ്ടി ദൈവം തുറക്കും. ആമേ സ്തോത്രം. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തടുത്ത്, ആർക്കും ചെന്ന് കയറാൻ കഴിയാത്തടുത്ത് കുരുങ്ങി കിടക്കുന്ന ഏത് മേഖലകളെ അടിച്ചുകൊണ്ട് വരുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യക്തമായി ചില കുടുംബങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് അഴിക്കാൻ കഴിയാത്തത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്, നിങ്ങൾക്ക് ആമേൻ ഓടിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തടത്ത് ദൈവത്തിന്റെ മഹാ അത്ഭുതം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ സമയമായെന്ന് ദൈവാത്മാവ് നിങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയുക. വിശ്വസിച്ചോ? ഓ റിബിക്കലബ അർക്കസിക്കെ നിബി അക്സസി ജെസി ബാബു. ദൈവാത്മാ പറയുന്നു, മകളെ വിശ്വസിക്ക മാത്രം ചെയ്യുക. കർത്താവ് എന്നോട് പറയുന്നു, ചില വിഷയങ്ങൾ ഉറങ്ങുകയത്രേ, മരിച്ചിട്ടില്ല. ചില വിഷയങ്ങൾ ഉറങ്ങുകയത്രേ, മരിച്ചിട്ടില്ല. ദൈവം അതിനെ ഉണർത്താൻ സമയമായി. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ചിലതിനെ ദൈവം വന്ന് തട്ടും. നിന്റെ തലമുറകൾക്കകത്ത് ചില ദൈവ പ്രവർത്തികളുണ്ട്. നീ കരയുന്ന ചില വിഷയത്തിനകത്ത് ചില മറുപടികളുണ്ട്. ചിലതിനെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ചില മറുപടി ചത്തുപോയെന്ന് ചിന്തിക്കുന്നിടത്ത്, ഇല്ലെന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ സമയമായെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായും ആലോചന അറിയിക്കുക. മക്കളെ, ആമേൻ ആമേൻ ആമേൻ. നെറ്റിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പലതും എനിക്ക് ഡിവൈസുകൾ കട്ടായി പോകുന്നുണ്ട്. ആമേ സ്തോത്രം. ഇന്നലെ മുതൽ ഇവിടെ നെറ്റിന് ഇച്ചിരി വിഷയം ഉണ്ട്. വൈഫൈ ഉണ്ടെങ്കിൽ നെറ്റ് ഇങ്ങനെ പോയി വന്ന് നിൽക്കുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആമേ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേ കർത്താവ് പറയുന്നു, ആമേ സ്തോത്രം, നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. സെക്കറിയാവ് അവിശ്വസിച്ചു, എന്നാൽ ആമേ സ്തോത്രം യോഹന്നാനിൽ കാണുന്നുണ്ട്. ആമേൻ അത്ഭുതങ്ങൾ ചെയ്ത് കാനാവിലെ കല്യാണ വീട്ടിൽ കഴിഞ്ഞ് കടന്നു വന്ന് കഴിയുമ്പോൾ ആമേൻ ഒരു രാജഭൃത്യൻ ആമേ കഫർനഹൂമിൽ ആമേൻ ആ രാജഭൃത്യൻ വന്ന് പറയുകയാണ്, ആമേ സ്തോത്രം സ്തോത്രം, എന്റെ മകൻ ആമേൻ 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 അത്യാസന നിലയിൽ കിടക്കുകയാ. ആമേൻ എന്റെ മകനെ ആമേൻ ആമേൻ മരിച്ചു പോകുന്നതിന് മുമ്പ് യേശുവേ നീ ഒന്ന് വന്ന് അവനെ ജീവിപ്പിക്കണമേ എന്ന് രാജഭൃത്യൻ പറയുമ്പോൾ ആമേ സ്തോത്രം യേശു അവനോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ വാക്ക് രാജഭൃത്യൻ വിശ്വസിച്ചു. ഇവിടെ പുരോഹിതന് വിശ്വസിക്കാൻ പ്രയാസമായപ്പോൾ ഒരു രാജ്യത്തിന്റെ രാജഭൃത്യൻ ആമേൻ അവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ അവനെ എതിരേറ്റുകൊണ്ട് അവന്റെ അനുയായികൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. യേശു പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ ആമേൻ വാർത്ത വരിക, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം. യേശു ചെന്ന് കൈവച്ചില്ല, യേശു ആ വീട്ടിൽ കയറിയില്ല, യേശു ആ വ്യക്തിയെ കണ്ടില്ല, ഒന്നും ആ പൈതലിനെ ചെയ്തില്ല. പക്ഷേ ദൈവം പറഞ്ഞ വാക്ക് രാജഭൃത്യൻ അങ്ങ് വിശ്വസിച്ചു. ആമേൻ ആമേൻ. അവരോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ഏത് സമയത്താണ് അവന് സൗഖ്യം വന്നത്? ഇന്നലെ 7 മണിക്ക്. ആ പറഞ്ഞ സമയം നോക്കുമ്പോൾ യേശു പറഞ്ഞ അതേ സമയത്ത് ആ പനി അവനെ വിട്ടുമാറി. ഇന്ന് പകൽക്കാലം നമ്മൾ ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിനൊക്കെ തിരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, കിലോമീറ്ററുകൾക്കപ്പുറമാണോ നിന്റെ വിഷയം കിടക്കുന്നത്, നിന്റെ തലമുറ കിടക്കുന്നത്, നിന്റെ കുടുംബം കിടക്കുന്നത്, നിന്റെ ഭർത്താവ് കിടക്കുന്നത്,
ആ കിടക്കുന്ന ഇടത്ത് ദൈവാത്മാവ് പറയുന്നു ചില സൗഖ്യം നടക്കാൻ പോകുന്നു, ചില വിടുതൽ നടക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറ അമേരിക്ക മസ്കര ബൗഡമനിയ. ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാൻ ഒക്കാത്തടുത്തായിരിക്കും പ്രശ്നം കിടക്കുന്നത്. ആർക്കും ചെന്ന് തൊടാൻ കഴിയാവുന്നിടത്തായിരിക്കും പ്രശ്നം കിടക്കുന്നത്. ദൈവാത്മാവ് പറയുന്നു ശത്രു കീറിക്കളഞ്ഞതിനെ, ശത്രു ഉടച്ചു കളഞ്ഞതിനെ, ശത്രു തകർത്തതിനെ, ശത്രു കയറ്റിയിറക്കിയതിനെ ദൈവാത്മാവ് പറയുന്നു ഇന്ന് തൊടാൻ പോകുന്നു. ചില ഹാർട്ടിലേക്ക്, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു ചില ഹാർട്ടിലേക്ക് ദൈവകര സ്പർശിക്കുന്നു. ദൈവാത്മാവ് പറയുന്നു ചില ആമേൻ ആമേൻ ഉദര സംബന്ധമായ ചില ആമേൻ ആമേൻ ഉദര സംബന്ധമായ ചില മുഴകൾക്കകത്ത് ചില അടിവയർ വേദന, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലുള്ള ആമേൻ ആമേൻ അസ്വസ്ഥതകൾ, ചില രോഗബന്ധനങ്ങൾക്കകത്ത് ഈ ടൈമിൽ യേശു പറഞ്ഞതുപോലെ വിശ്വസിച്ച അകത്തേക്ക് ഈ വാക്ക് കയറാൻ പോകുകയാണ്. ഈ വാക്ക് അവിടേക്ക് കയറാൻ പോകുക. യേശു പറഞ്ഞ സമയത്ത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന പറഞ്ഞ വാക്ക് കിലോമീറ്ററുകൾ മിസൈൽ ചെന്ന് കയറുന്ന പോലെ ആ ബാല്യക്കാരൻ കിടന്നെടുത്ത് ചെന്ന് അവന്റെ പനിയെ ഭേദിച്ചുകൊണ്ട് അതകത്തു കയറി. നിന്റെ പ്രശ്നത്തിന്റെ തടസ്സത്തെ ഈ വാക്ക് പൊട്ടിക്കും. ആമേൻ. നിന്റെ മേൽ കിടക്കുന്ന ചങ്ങലകളെ ഈ വാക്ക് പൊട്ടിക്കും. നിന്റെ ശരീരത്തിന്റെ അസ്ഥികൾക്കകത്ത് ഈ വാക്ക് കടന്നു ചെല്ലും. നിന്റെ നടുവിനകത്ത് ഈ വാക്ക് കടന്നു ചെല്ലും. നിന്റെ കാൽപാദത്തിനകത്ത് ഈ വാക്ക് കടന്നു ചെല്ലും. നിന്റെ തലയ്ക്കകത്ത് ഈ വാക്ക് കടന്നു ചെല്ലും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം പറ ആമേൻ. എനിക്ക് പോകാൻ ഒക്കത്തില്ല കർത്താവേ, എനിക്ക് ചെല്ലാൻ ഒക്കത്തില്ല കർത്താവേ, എനിക്ക് അവിടെ കയറാൻ ഒക്കത്തില്ല കർത്താവേ, പക്ഷേ നിന്റെ വാക്കിന് അവിടെ ചെല്ലാനൊക്കും. നിന്റെ വാക്കിന് അവിടെ ചെല്ലാനൊക്കും. നിന്റെ വചനത്തിന് അവിടെ ചെല്ലാനൊക്കും. നിന്റെ ശബ്ദത്തിന് അവിടെ ചെല്ലാനൊക്കും. ഇന്ന് പകൽക്കാലം ആമേൻ ആമേൻ ഉപവസിക്കുന്ന മാതാവേ, ഉപവസിക്കുന്ന ബ്രദറെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ രാവിലെ സമയം മാറ്റിവെച്ച് കയറിയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു നിന്റെ തലമുറയുടെ ബുദ്ധിമണ്ഡലങ്ങളെ തിരിക്കും, നിന്റെ തലമുറയുടെ പഠനത്തെ തിരിക്കും, നിന്റെ തലമുറയെ പിറകോട്ട് നിർത്തുന്ന ചില വിഷയത്തെ മുന്നിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ? എഴുതിയിരിക്കുന്ന എക്സാമിൽ ദൈവത്തിന്റെ വലിയ റിസൾട്ട് ഉണ്ട്. എഴുതിയിരിക്കുന്ന വിഷയത്തിൽ വലിയ റിസൾട്ട് ഉണ്ട്. അനോടൊക്കെ ദൂത് പരിശുദ്ധ ശക്തമായി ഇടപെടുന്നു. വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളെ ഇതിനൊക്കെ ആത്മാവ് റിലീസ് ചെയ്യാൻ പോകുകയാ. ദൈവാത്മാവ് പറയുന്നു ചിലത് റാമെ റിലീസ് ചെയ്യാൻ കർത്താവിന് സമയമായി. ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് ചിലത് ഓപ്പൺ ആക്കാൻ സമയമായി. എന്നെ ഇങ്ങനെ കാണിക്കുന്നു, പിശാച് വിട്ട ചില അസ്ത്രങ്ങളെ ഈ വാക്ക് വെട്ടിയെടുക്കാൻ പോകുകയാ. ചില മരണാസ്ത്രങ്ങൾ ചില തലമുറകൾക്ക് നേരെ വിട്ട തീയമ്പുകളെ, ഉടമന കുടുംബ ജീവിതത്തിന് നേരെ വിട്ട തീയമ്പുകളെ, നഷ്ടങ്ങളെ വരുത്തിയ തീയമ്പുകളെ, സാമ്പത്തികമായി തകർത്ത ചില ശത്രുവിന്റെ തീയമ്പുകളെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ വാക്ക് ആമേൻ ആമേൻ തകർക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ചില അത്ഭുതത്തിനായി എഴുന്നേൽക്കട്ടെ, അത്ഭുതത്തിനായി എഴുന്നേൽക്കട്ടെ. ഊറി വിക്കംബരാതി കെട്ടിക്കടക വരത്തുരാധിക അന്തലകടക ഋകത്തുന ഊറ പ്രൗഢമനിയ അക്സസി കമനിയ അടക ഋകത്തുന വൗഢമനിയ. അതുകൊണ്ടാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് കാറ്റ് കാണത്തില്ല, കോള് കാണത്തില്ല, വിശ്വാസത്തോടെ താഴ്വരകളിൽ കുഴിവെട്ട് ഊറ കത്തുന വൗഢമനിയ. കർത്താവിന് ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിച്ചുകൊണ്ട് നീ സ്റ്റെപ്പ് വെക്ക്. ബാക്കി പ്രവർത്തിക്കുന്നത് ദൈവമാ. ദൈവം ഇന്നുവരെയും നമ്മൾക്ക് വേണ്ടി ചെയ്തതെല്ലാം അവന്റെ കരമെന്നല്ലാതെ നമുക്ക് പറയാൻ വല്ലതുമുണ്ടോ? ശമരിയിൽ ക്ഷാമം കയറിയതുപോലെ ജീവിതത്തിനകത്ത് വന്ന ക്ഷാമങ്ങളുടെ അകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം നടത്തിയ വിടുതലുകൾ, മരണക്കിടക്കി
കിടക്കയെ മാറ്റി വിരിച്ചത് ഉടമന ദീപ സൈഡമന ഇന്ന് പകൽക്കാലം ഒരു ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. കുറവുകളെ നികത്തുന്നത് പോലെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം പോലെ യേശുവിന്റെ വാക്ക് നമ്മുടെ വീട്ടിൽ മുഴങ്ങാൻ സമയമാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ മുഴങ്ങാൻ സമയമായി. ഇന്ന് പകൽക്കാലം പിശാചിനെ നോക്കി പറ, നിന്റെ വാക്കല്ല ഫലിക്കുന്നത്, എന്റെ യേശു എന്നോട് പറഞ്ഞത് ഫലിക്കാൻ പോകുന്നു. യേശു പറഞ്ഞത് എന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. ആമേ സ്തോത്രം. എന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നു, എന്റെ സഭയിൽ സംഭവിക്കാൻ പോകുന്നു, എന്റെ ശുശ്രൂഷയിൽ സംഭവിക്കാൻ പോകുന്നു. പെരുത്ത മീൻകൂട്ടം കൊണ്ടുവരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഉടവല വല വീശി കുഴഞ്ഞവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. ഭാരപ്പെടണ്ട. ദൈവാത്മാവ് പറയുന്നു, ഇനിയും നീ വീശ. ഉടമന നിനക്ക് ഇന്നു വരെ കാണാത്ത ചിലതെല്ലാം അവിടെ കിടപ്പുണ്ട്. അത് നമ്മുടെ കണ്ണിൽ മറഞ്ഞിരിക്കുക. എന്റെ കർത്താവിന് അത് അവിടെ കിടപ്പുണ്ട്. അതിനെ ദൈവം ഈ ദിവസം ആമേൻ വലയ്ക്കകത്ത് ദൈവം കേറ്റും. വിശ്വാസത്തോടെ പറ, ഈ 21 കഴിയുമ്പോൾ ചില സ്നാനങ്ങൾ നടക്കുമെന്ന്. വിശ്വാസത്തോടെ പറ, ചിലത് അഭിഷേകം പ്രാപിക്കുമെന്ന്. വിശ്വാസത്തോടെ പറ, ആമേ ചിലത് ശുശ്രൂഷയ്ക്കായി വേർതിരിയപ്പെടുമെന്ന്. വിശ്വാസത്തോടെ പറ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചതിൽ നിന്ന് വ്യത്യസ്ത തലത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ ഞാൻ കയറാൻ പോകുന്നു. ഇന്നലെ വരെ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് എന്തോ ഒരു ദൈവശക്തി എന്നെ ഭരിക്കാൻ പോകുന്നു. എന്നെ എന്തോ പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു. സത്തമന ഒരു വടിയെന്ന് നമുക്ക് തോന്നും, വെറും പച്ചവെള്ളമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ ഈ പച്ചവെള്ളം വീഞ്ഞാണ്, ഈ വടി ബദാമാണ്. ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ താണതിനെ നോക്കി നിന്നെ കളിയാക്കി പരിഹസിച്ചവരുടെ മുൻപിൽ നീ ഏറ്റവും ശ്രേഷ്ഠമെന്ന് മാന്യമായി എണ്ണുന്ന സമയം വരാൻ പോകുന്നു. 2026 കുറിച്ചിട്ടോ ബീന സിസ്റ്ററെ, ആമീൻ, മാന്യതയുടെ പുതപ്പിലേക്ക് കയറ്റുന്ന വർഷമാ ഈ 2025. വല്ലുവിധേനെ രക്ഷപ്പെട്ട് കയറുകയാ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഈ അണലിയെ ആമ തീക്കകത്ത് കരിച്ചു കളഞ്ഞ് നിന്നെ നിന്റെ കുടുംബത്തെ പുറത്തെടുക്കുന്ന വർഷമാണ്. കടിച്ചു തൂങ്ങി ആമ ചോര ഊറ്റിയെടുത്ത് ആമ തകർക്കാമെന്ന് പിശാച് പദ്ധതിയിട്ട് കയറിയിരിക്കുന്ന വിഷയത്തെ ഈ ദിവസം നീ ആത്മാവിൽ കൂടെ ദീപവാസികൾ പൗലോസിനെ കുറിച്ച് ഒന്ന് വിളിച്ചു പറഞ്ഞു. ആമെ മനസ്സു മാറി, ഇവൻ ദേവനാണ്. വിളിച്ചു പറയാൻ സമയമായി. നിന്റെ കൈവെപ്പിനാൽ ചില വിടുതലുകൾ നടക്കാൻ സമയമായി. ശുശ്രൂഷയുടെ അടുത്ത തലം കയറാൻ സമയമായി. തീ കത്തുന്നത് പോലുള്ള വിഷയം മുൻപിലുണ്ടെങ്കിലും നിന്റെ അകത്ത് നിന്ന് ഒരു തീ പുറപ്പെടാൻ സമയമായി. നിന്നിൽ ചില അത്ഭുതം നടക്കാൻ സമയമായി. നിൽക്കുന്ന ഇടത്ത് നിൽക്കത്തേയുള്ളൂ. തീ കത്തുന്നത് പോലെ ഒരു ശുശ്രൂഷ അകത്ത് നിന്ന് കയറാൻ സമയമായി. ശക്തി സി മാക്കിൽ ഹോത്തിയാനി അർക്കോ മിനി തെരി പ്രൗഡ റൂസ് മൈറ്റി മിക്കറ അന്തൽ കോടി കത്തുന റിക്കമന ബൗഡമനിയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തുന്ന ആമേൻ ആമേൻ ആമേ സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്യാമോ? എന്നെ വിളിച്ചത് മനുഷ്യനെ അല്ല, എന്നെ വിളിച്ചത് വ്യക്തികളല്ല, എന്നെ വിളിച്ചത് അഖിലാണ്ടത്തിന്റെ ഉടയവനാ. അവന്റെ ആജ്ഞയ്ക്ക് അനുസരിച്ച് ഞാൻ നിൽക്കുമ്പോൾ പിശാചേ നിനക്ക് എന്നെ തോൽപ്പിക്കാനൊക്കത്തില്ല. ചില അണലിയുടെ പോരുകൾ, ചില ശത്രുവിന്റെ നുഖങ്ങൾ, ഇന്ന് പകൽക്കാലം ചില മന്ത്രവാദ ശക്തികൾ, ചില ആഭിചാരത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തീക്കകത്ത് കരിഞ്ഞു മാറട്ടെ. ചിലത് അടിഞ്ഞു മാറട്ടെ. ചില ബന്ധനങ്ങൾ പൊട്ടി മാറട്ടെ. ചാവാറായ ശേഷിപ്പുകൾ ശക്തീകരിക്കപ്പെടട്ടെ. കെട്ടിയിട്ടിരിക്കുന്ന ചില നുഖങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. കറ്റുന ബൗഡമനിയ ചൂട സത്തമന ബൗഡമനിയ അറക്ക ചൂട പ്രൗഡമനിയ ഉടാറവ. ചിലത് പ്രതീക്ഷിക്കുന്ന ശത്രുവേ, നിന്റെ മുൻപിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. ഉടമന് എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്റെ ദൈവം എന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ, എന്റെ അവസ്ഥ മാറ്റാൻ പോകുന്നു. ആമേൻ. എന്റെ സാഹചര്യം മാറ്റാൻ പോകുന്നു. എനിക്ക് അനുകൂലമായി ദൈവം എഴുന്നേൽക്കാൻ പോകുന്നു. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടാൻ പോകുന്നു. ഉറമന ബൗഡമനിയ അടബല ബൗഡമനിയ. എന്റെ നിന്നയ്ക്ക് മുൻപിൽ വലിയ മാന്യത എഴുന്നേൽക്കാൻ പോകുന്നു.
ആമേ സ്തോത്രം. ഊരസതമാനിയ അൽക്കബറസു അക്സസി. എലിസബത്തിന് ഒരു പേരുണ്ടായിരുന്നു, മച്ചി. അത് അവളിൽ നിന്ന് തുടച്ച് നീക്കിക്കൊണ്ട് സെക്കരിയാവിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്ന് വിളിച്ചു പറയുമ്പോ സെക്കരിയാവ് വിശ്വസിച്ചില്ലെങ്കിലും ആമേ ദൈവത്തിന്റെ ദൂത് അവിടെ നിറവേറി. കാരണം സെക്കരിയാവ് ദൈവത്തിന് ഏറ്റവും പ്രിയനാ. ഊടാറബത്തുന. ദൈവത്തിന്റെ വേല ചെയ്യുന്ന സെക്കരിയാവ് ദൈവത്തിന് മറക്കാനൊക്കത്തില്ല. ഊടബറിക്കത്തുന. അവൻ അവിശ്വസിച്ചെങ്കിലും അവനോടുള്ള വാഗ്ദത്തത്തെ ദൈവ സമയത്തിന് നിവർത്തിച്ചു കൊടുത്തു. ഉടമനറിക്കമന ബൗഡമനിയ. അനേകരെ ക്രിസ്തുവിങ്കലേക്ക് തിരിക്കുന്ന ഒരു അഭിഷിക്തനെ പരിശുദ്ധാത്മാവിൽ എലിസബത്തിന്റെ ഉള്ളിൽ ആമേൻ പൂജാതനാക്കിയ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ചില റിസൾട്ട് താമസിച്ചത് എന്തിനാ? ദൈവത്തിന്റെ മഹത്വത്തിനാ, ദൈവത്തിന്റെ പ്രവർത്തിക്കാ, ദൈവത്തിന്റെ അത്ഭുതത്തിനാ, അനേകർക്ക് ആശ്ചര്യം കൂറുന്നതിനാ, അനേകർ വിസ്മയം പൂളുന്നതിനാ. ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ നോക്കി ആമേ പലരും ആശ്ചര്യപ്പെടാൻ സമയമായി. ഈ 2026 വിളിച്ചു പറ, എന്നെ നിങ്ങളെ നോക്കി ദൈവം ചിലരെ ആമേ ചില വിഷയത്തിൽ നമ്മളെ കൊണ്ടു നിർത്തുമ്പോൾ ആശ്ചര്യം പൂണ്ട്, വിസ്മയം പൂണ്ട്. ആമേൻ ശുദ്ധി റകത്തുനിയ. ഇവിടെ എങ്ങനെ എത്തി എന്ന് ചോദിക്കത്തക്ക കണക്ക്, ഇവിടെ എങ്ങനെ കയറി വന്നു എന്ന് പറയത്തക്ക കണക്ക് ദൈവത്തിന്റെ ആത്മാവ് അസ്ഥി താഴെ കിടക്കുന്ന അസ്ഥിയെ സൈന്യമാക്കിയതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാ. വിശ്വാസത്തോടെ ഉണങ്ങിയ അസ്ഥിയെ നോക്കി പ്രവചിച്ച പ്രവാചകൻ ഒന്നും കാണാതെ വിളിച്ചു പറയുമ്പോൾ ഉടമന മുന്നിൽ നിൽക്കുകയാ. അസ്ഥി എഴുന്നേറ്റ് ഒരു സൈന്യമായി ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത വിളിച്ചു പറയുന്നു, വിശ്വാസത്തോടെ പറ. അസ്ഥിയെ നോക്കി പറ, ഉണങ്ങിയതിനെ നോക്കി പറ, ഇല്ലാത്തതിനെ നോക്കി പറ, നഷ്ടപ്പെട്ടതിനെ നോക്കി പറ. ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു സൈന്യം എഴുന്നേൽക്കാൻ പോകുന്നു. ഒരു സൈന്യം എഴുന്നേൽക്കുകയല്ല, നിവർന്നു നിർത്തും. കൂടാരബ. നിന്റെ കുനിഞ്ഞ അവസ്ഥയിൽ നിന്ന് നിന്റെ തലയെടുത്ത് നിവർത്തി നിർത്തും. ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് വിളിച്ചു പറ, 26 ഞാൻ കാല് വെക്കുമ്പോൾ കുനിഞ്ഞു കയറത്തില്ല. 26 വ്യക്തമായിട്ട് ദൈവാത്മാവ് പറയുന്നു, വിശ്വാസത്തോടെ പറ, എന്റെ തല കുനിച്ചുകൊണ്ട് 26 ഞാൻ കയറത്തില്ല. നിവർന്ന് നിന്ന് ഞാൻ അപ്പുറത്ത് കയറും. നിവർന്ന് നിന്ന് അപ്പുറത്ത് കയറും. ആമേൻ. ഈ 21-ന്റെ ഒരാപ്ത വാക്യമായത്, നിവർന്നു കൊണ്ട് 26 ഞാൻ കയറും. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു ദൈവശക്തി ഇതിനകത്ത് ചലിക്കുക. ഈ ദൂതിന്റെ മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങിയ കുനിഞ്ഞുകൊണ്ട് കയറത്തില്ലെന്ന് ചിലരെ കുടുംബത്തെ നോക്കി വിളിച്ചു പറയുക. ആമേ ശക്തി ബക്കുറാസ്യ. നീ കുനിഞ്ഞുകൊണ്ട് കയറത്തില്ല. നിന്റെ ശുശ്രൂഷയെ നിന്നെ കുനിച്ചവരുണ്ട്, നിന്നെ കളിയാക്കിയവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. പക്ഷെ നീ കുനിയത്തില്ല. നീ തല ഉയർത്തിക്കൊണ്ട് അപ്പുറത്തേക്ക് കയറാൻ സമയമായി. ഇന്ന് പകൽക്കാലം ദൂതേറ്റെടുത്തൊന്ന് സ്തോത്രം ചെയ്തോ പ്രിയ ദൈവമക്കളെ. അവരെ സെക്കരിയാവ് വിശ്വസിച്ചില്ല, പക്ഷേ ദൈവം അവനു വേണ്ടി പ്രവർത്തിച്ചു. ആമേ സ്തോത്രം. മച്ചിയുടെ പേരെന്ന ലേബൽ അവളിൽ നിന്ന് എടുത്തു മാറ്റി. ആ കുടുംബത്തിനകത്ത് ഇന്നുവരെ ഉണ്ടാകാത്ത സന്തോഷം വെളിപ്പെട്ടു. ആമേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു വ്യക്തിയെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ദാനിയേലിന്റെ പുസ്തകം 6 ഒരു വാക്യമുണ്ട്. ആമേ സ്തോത്രം. അവിടെ ദാനിയേൽ പറയുന്ന ഒരു വാക്യമുണ്ട് 23-ൽ. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവൻ ഒരു കേടും വന്നില്ല. ആമേ സ്തോത്രം. ആരിലാ വിശ്വസിച്ചത്? രേഖയിൽ ആമേൻ അവൻ ഭയപ്പെട്ടില്ല. രാജാവിൽ അവൻ വിശ്വസിച്ചില്ല. ആമേൻ. നിയമത്തിൽ അവൻ വിശ്വസിച്ചില്ല. അവൻ അവന്റെ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനൊരു കേടും പറ്റിയില്ല. സിംഹം വാ പിളർന്ന് വിഴുങ്ങാൻ വന്നതാ. മരണത്തെ അഭിമുഖമായി കണ്ടതാ. ഉടമന നേരത്തെ അറിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറുന്നത്. സംഭവം അറിഞ്ഞിട്ട് അതിനെ അഭിമുഖീകരിക്കാൻ കയറുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ദൂതാത്മാവ് കൈമാറുകയാ. ഉടമന നമുക്ക് വരുന്ന പ്രശ്നത്തെ നാം തന്നെ അഭിമുഖീകരിച്ചേ മതിയാവൂ.
കൂട്ടമനെ പ്രാർത്ഥിക്കുന്നവന് ആമേൻ അഭിമുഖീകരിക്കാൻ ദൈവം അതിന്റെ കൃപ പകർന്നു തരും, അതിന്റെ ജ്ഞാനം പകർന്നു തരും, അതിന്റെ വിവേകം പകർന്നു തരും, അതിന്റെ ആലോചന കൈമാറി തരും, എങ്ങനെ ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന്. ദാനിയേൽ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനറിയാം ഈ വിഷയം എങ്ങനെ ഡീല് ചെയ്യണം. ദാനിയേൽ രാജാവിന്റെ സഹായം തേടിയില്ല. രാജാവ് ആമേൻ 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 രാത്രി മുഴുവനും പരിശ്രമിച്ചു, നിയമത്തെ മാറ്റാൻ രാജാവിന് കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ദാനിയേൽ വിശ്വസിച്ചത് കൊണ്ട് ദാനിയേലിന് വേണ്ടി സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായ ഒരു ദൂത് വിളിച്ചു പറയുക, ചില ദൂതൻ ഇറങ്ങുന്ന ദിവസം കേട്ടോ, ദൂതൻ ഇറങ്ങുന്ന ദിവസമായി ദിവസം പ്രാർത്ഥനയിൽ ചില മറുപടിയും ആ ദൂതൻ നമ്മുടെ മുന്നിൽ ഇറങ്ങും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല്ലേ, ഉപവസിക്കുന്ന പൈതല്ലേ, രാത്രി എന്ന് പകലാക്കി കരയുന്ന ദൈവ പൈതല്ലേ, നമ്മുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഏറ്റെടുത്തോ. ദാനിയേൽ വിശ്വസിച്ചത് കൊണ്ട് അവനൊരു കേടും വന്നില്ല. ആമേൻ. നിന്റെ നേരെ വന്ന പ്രശ്നത്തിനകത്ത് ഒരു കേടും വരാതെ, രോമത്തിന് പോലും ആമേൻ ഒരു കേട് സംഭവിക്കാതെ ദൈവം ചില വിഷയത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു, ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ചിലരെ ദൈവം ഇന്ന് പുറത്തെടുക്കാൻ സമയമാണ്, ചിലരെ ദൈവം ഇന്ന് പുറത്തെടുക്കാൻ സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ചില അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ സമയമായി. ദൈവകരത്തിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തോ. ദൈവത്തിന്റെ മഹത്വം കാണാൻ സമയമായി. ആമേൻ. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ യേശുവിൽ വിശ്വസിച്ചു കൊണ്ട് അവനെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ, ശക്തി പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പലതും ചെയ്തു തരും. കാലപ്പഴക്കം ചെയ്തതിനെ ദൈവം അത്ഭുതമാക്കി മാറ്റും. വിഴുങ്ങാൻ വരുന്ന വിഷയത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റും. സ്തോത്രം സ്തോത്രം. നിന്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തി നിന്റെ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ബാധയിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ വിശ്വസിച്ച് തൊട്ടാൽ നിന്റെ വർഷങ്ങൾ കൊണ്ട് നിന്നെ പിന്തുടർന്ന് തകർക്കുന്ന ബാധ നിന്നെ വിട്ടുമാറും ഒറ്റ സെക്കൻഡിൽ. ഇന്ന് പകൽക്കാലം ഇതിനെല്ലാം ആധാരം വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുതയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ പ്രതീക്ഷിക്കുക. 2026 നമ്മുടെ മുൻപിൽ ദൈവം ചില മറുപടികൾ മാത്രമല്ല, ചില കൊയ്ത്ത് നമുക്ക് വെച്ചിട്ടുണ്ട്. ചില പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോകുന്നു, ചില റിസൾട്ടുകൾ കാണാൻ പോകുന്നു. വിശ്വാസത്തോടെ നമുക്കായിരിക്കാം നിവർന്നുകൊണ്ട് 26 കയറുവാൻ നമ്മളെ ദൈവമായ കർത്താവ് ഇടയാക്കാൻ പോകുന്നു. ഈ ഉപവാസം അതിനായിട്ട് ദൈവം തീർക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കുഞ്ഞാടെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് ദൈവം സംസാരിച്ച ദൈവിക ദൂത് ഈ കർത്താവ് ഉപവാസ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ ദൈവം അത് നിവർത്തിയാക്കാൻ പോകുകയാ. മാറ്റിവെച്ചവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് കുഴഞ്ഞ വിഷയത്തെ എടുത്ത് മാറ്റിയവർ ഇതിനകത്തുണ്ട്. അവരോട് ദൈവം പറയുന്നു, ആ മറുപടികൾ ദൈവം കയ്യിൽ തരാൻ സമയമായി. ഇനി നടക്കത്തില്ല, ഇനി ഇതെനിക്ക് പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനമില്ലെന്ന് ചിന്തിച്ചവർ ഇതിനകത്തുണ്ട്. അവരോട് ദൈവം പറയുന്നു, അത് കയ്യിലേക്ക് കിട്ടാൻ സമയമായി. വിശ്വസിക്കുക. ഈ ഉപവാസ പ്രാർത്ഥന ഇന്നത്തെ ദിവസം വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തിയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത് രുചിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മറുപടിയെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് പോലെ ആത്മാവിൽ അതിനോട് കൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ മറുപടി നമ്മുടെ മുൻപിൽ കർത്താവെ, തന്റെ ജനത്തിന്റെ മുൻപിൽ കർത്താവ് കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില രോഗക്കിടക്ക മാറ്റും, ചില മരണക്കിടക്ക മാറ്റും, ചില രേഖകൾ തിരുത്തിയിടും. നഷ്ടപ്പെട്ട സാമ്പത്തിക മേഖലകൾ ചിലരുടെ മേൽ തിരിച്ചു വരും. ചില ശുശ്രൂഷകൾക്കകത്ത് വിടുതൽ കൊടുക്കും. ചില തലമുറകളുടെ വിഷയത്തിൽ ദൈവം മറുപടികളെ നൽകും. ഉരപരവ ശാന്തരവ ഉടിമി ആരക സത്യമന
ആത്മീയമായി ചില പുതിയ വീഞ്ഞ് ചിലരുടെ മേൽ ദൈവം കൊടുക്കും. കർത്താവ്, നീ അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവകർത്തന്റെ ജനത്തെ അനുഗ്രഹിച്ച മീന സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകളിൽ താനായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി തന്റെ മേൽ ഇറങ്ങുന്നതിനായി സ്തോത്രം. ഇന്ന് ചില അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവേ. ദൈവം ചില വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് ഞങ്ങൾ കാണാൻ പോകുന്നു കർത്താവേ. ഞങ്ങൾ വിശ്വാസത്തോടായിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ബീന സിസ്റ്ററിനോടും ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ദേവദാസിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ